എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ചീസോ ഈസ്റ്റോ ഓവനോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പിസയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പിസയാണ് കേട്ടോ ഇത്. അപ്പോൾ ചീസോ ഈസ്റ്റോ ഓവനോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു പിസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ചെറിയ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. പിസയുടെ ഒരു മാവ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പും ഒരു 2 ടേബിൾ സ്പൂണും മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിൽ തന്നെ പറയുകയാണെങ്കിൽ 9 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയാണെങ്കിലും ബേക്കിംഗ് പൗഡർ ആണെങ്കിലും അളവ് കൂടി പോരുത് കേട്ടോ. നമ്മളൊരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഘീ മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്ക്ക് പകരമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുതെന്നേ ഉള്ളൂ. അധികം പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് 1/4 കപ്പ് അളവിൽ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ തൈര് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ പിസയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാറില്ലേ, ഈസ്റ്റ് ഒക്കെ ചേർത്തിട്ട്, അങ്ങനെ ഈസ്റ്റ് ചേർത്തിട്ട് ആ ഒരു മാവ് റെഡിയാക്കിയാലും മതി. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തവിയുടെ ഒരു പിടി വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മാവിൻ്റെ ഒരു കട്ടിയൊന്ന് നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല കട്ട തൈര് തന്നെയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മാവ് നോക്കുക. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മളിതുപോലെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിന് തന്നെയാണ് കേട്ടോ ഈ ഒരു മാവിരിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നമ്മൾ കൈയൊന്ന് കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മാവ് കുഴക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറഞ്ഞത് നമ്മൾ ഇതുപോലെ 1 മണിക്കൂറെങ്കിലും ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ, എങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടത്തുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീസ് ഉപയോഗിക്കുന്നില്ല. ചീസിന് പകരമായിട്ട് നമ്മളൊരു വൈറ്റ് സോസ് ആണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക. ബട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം ബട്ടർ ഒന്ന് ഉരുക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ ഇതുപോലെ പകുതിയൊന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഒരു മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ ഒരു മൈദയുടെ ഒരു പച്ച ചവയൊന്ന് മാറണം. മൈദയും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. 1/2 കപ്പ് അളവിൽ, അതായത് 125 ml പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. വിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, ഒട്ടും തന്നെ കട്ട പിടിക്കത്തില്ല. അപ്പം ഈ ഒരു സമയത്തെല്ലാം തീ നന്നായിട്ട് നമ്മൾ കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറുകി അങ്ങ് വരും. അഥവാ ഒരുപാടങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ നമുക്ക് പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പിസയ്ക്കകത്തിടുന്ന ഒറിഗാനോ ഇല്ലേ, ഒറിഗാനോ ഒരു 2 നുള്ളി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു എരിവും കൂടെ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു സോസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഒരു 2 നുള്ളി കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഒരു വൈറ്റ് സോസ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും അങ്ങ് ഒരുപാട് കുറുകി പോവരുത്. അഥവാ കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ സോസ് റെഡിയാക്കിയതിന് ശേഷം ആ ഒരു ചൂടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കാതെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസിന് പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ പിസ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വേവിച്ച് അങ്ങനെ നമ്മൾ പിസ്സ സോസ് റെഡിയാക്കി എടുക്കാറുണ്ട്, ഓർഗാനോ ഒക്കെ ചേർത്തിട്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസ് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ഏതോലൊരു 3-3.5 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്.
ഇത് 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. നമ്മൾ സാധാരണ പിസയ്ക്കകത്തിടുന്ന ഒറിഗാനോ. ഈ ഒരു ഒറിഗാനോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒരു പിസയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പിസയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഒറിഗാനോ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പൊടി ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ തന്നെ പേസ്റ്റായി ഒന്ന് അരച്ചിട്ടെടുക്കുക. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചതിന് ശേഷം ചെറിയതായിട്ട് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ആ ഒരു പച്ച ചൊവ്വയൊന്ന് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പിസ്സ സോസ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സോസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് ഏറെ തന്നെ നമ്മൾ ഇതുപോലെ മൈദ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പൊടി തൂക്കിയിട്ട് മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കത്തില്ല നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത്. മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പൊടി തൂക്കിയിട്ട് തന്നെ വേണം നമ്മൾ പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിന് ഇതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് നൈസായിട്ട് നമ്മളിത് പരത്തിയിട്ടെടുക്കരുത്. അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയിട്ടെടുക്കുന്നത്. സാധാരണ നമ്മളൊരു പിസയ്ക്ക് റെഡിയാക്കുന്ന പോലെ ഒരുപാടങ്ങ് കട്ടി കൂടിയിട്ടുമില്ല. ഈ ഒരു കട്ടിക്ക് നമ്മൾ പരത്തിയിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പിസ്സ റെഡിയാക്കാനായിട്ട് ഇതുപോലെ റൗണ്ട് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഏത് പാത്രമാണ് എടുക്കുന്നതെങ്കിലും ഇതിലേക്ക് കുറച്ച് ഓയിൽ നല്ല പോലെ തന്നെ പാത്രത്തിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അളവ് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചോ 8 ഇഞ്ചൊക്കെ ഉള്ളൊരു പാത്രം എടുത്താലും മതി. പരത്തി എടുത്തിരിക്കുന്ന മാവ് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഈസ്റ്റ് കൊണ്ടുള്ള ഒരു മാവാണ് ഇതുപോലെ പരത്തി വെക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാറുണ്ട്, ഒരുപാട് അതങ്ങ് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതുപോലെ മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നമ്മളിതിലേക്ക് എടുക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പിസ്സ സോസ് ഇതിലേക്ക് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം നമുക്ക് ഒരു പിസ്സ സോസ് വേണോ അതിനനുസരിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിസ്സ സോസ് അത്യാവശ്യം തന്നെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റെഡ് സോസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസിന് പകരമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഇല്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ ചെറിയതായിട്ട് നിന്ന് കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഏതുണ്ടല്ലോ ഒരുപാടങ്ങ് കട്ടിയൊന്നും ആയി പോകാതെ ഈ ഒരു പരുവത്തിന് തന്നെ വേണം നമ്മൾ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വൈറ്റ് സോസ് ഫുള്ള് ഞാൻ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഗ്രീൻ ക്യാപ്സിക്കവും അതുപോലെ തന്നെ റെഡ് ക്യാപ്സിക്കവും ചോളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു വെജിറ്റബിൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം ഒക്കെ ഇല്ലെങ്കിൽ തക്കാളി നമ്മളൊരു വെള്ളവും കുരുവും കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക, അത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ വെജിറ്റബിൾസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മഷ്റൂം വേവിച്ചിട്ടോ പനീറൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കനൊക്കെ വെച്ച് കൊടുത്താൽ അറിയാലോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഇതിലേക്ക് ഒലിവുക ഉണ്ടെങ്കിൽ ഒലിവുക ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താലും കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് ഒറിഗാനോയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ ആ ഒരു പിസ്സയുടെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു മാവിരിക്കുന്ന ഒരു സൈഡിലായിട്ട് കുറച്ച് ഓയിൽ നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡിലൊന്ന് ചുറ്റിച്ച് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പിസ്സ റെഡിയായി കിട്ടും. ഓവനിലല്ലാതെ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് അടികട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് അടികട്ടിയുള്ളൊരു അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം എടുത്താലും മതി.
ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ മൂടിയിൽ ഹോളുള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രം നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം എനിക്കിപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പിസ്സ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൈഡിലെ ഒരു കളറെല്ലാം ചെറിയൊരു ഗോൾഡൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പിസ്സ നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം, എങ്കിലും നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ചീസ് കൊണ്ട് ഉണ്ടാക്കിയ പിസ്സ ആണെങ്കിലും ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്നത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈസ്റ്റോ ചീസോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പിസ്സ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടതിൻ്റെ ഒരു അടിവശമൊക്കെ ആണെങ്കിലും കറക്റ്റാണ് അതിൻ്റെ ഒരു വേവൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളൊരു ചീസ് വെച്ചിട്ടുള്ളൊരു പിസ്സയും ഈ ഒരു പിസ്സയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിക്കരുത്. കാരണം ഇതിന് വേറൊരു ടേസ്റ്റും ചീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചീസിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വരും. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ തന്നെയാണ്. ചീസോ ഈസ്റ്റോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പിസ്സ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.